വെള്ളിയാഴ്ച ഖതീബ് ഉസ്താദ് പറയുന്നത് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിലൂടെ കടന്നുപോയ ആളുകൾ അമ്പിയാക്കളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ പ്രയാസം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിറഞ്ഞത് അൽ അംബിയാഉ അവിടുന്ന് അമ്പിയാക്കൾക്കാണ്. അതിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം പിന്നീട് കടന്നു വരുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്താളുകളിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കടന്നുപോയത്. കാരണം 900 വർഷത്തോളം പ്രബോധനം നടത്തുകയും വളരെ വിരലിലെണ്ണാകുന്ന ആളുകളെ മാത്രം പ്രബോധനം സ്വീകരിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയും വളരെ ദുർഘടമായ ലോകത്തിലൂടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് 900 വർഷത്തോളം പ്രബോധനം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കുറച്ചാളുകൾ മാത്രം, വിരലെണ്ണാകുന്ന ആളുകൾ മാത്രമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ വന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലൂടെ പറഞ്ഞു തരുകയാണ്, അള്ളാഹു അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവിനോട് അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാം പരാതി പറയുകയാണ്, അള്ളാഹുവേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഈ മോണിറ്ററിന്റെ ഡിലേ അല്പം കൂട്ടും. വളരെ കുറച്ചാളുകളെ മാത്രമാണ് വർഷങ്ങളോളം ഞാൻ പ്രബോധനം ചെയ്തതാണ്, കാലങ്ങളോളം ഞാൻ പ്രബോധനം നടത്തിയിട്ട് വരലെ വിരലെണ്ണാകുന്ന ആളുകളാണ് കടന്നു വന്നത്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പടച്ചവനോടുള്ള പരാതിയാണ്. അല്ലാഹ്, വർഷങ്ങളോളം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ചാളുകളെ മാത്രമാണല്ലോ. അതുമാത്രമല്ല, പിന്നീട് അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അവിടുന്ന് ചെയ്തതെന്തെന്നറിയോ? ജഅലൂ അസാബിഅഹും ഫീ അദാനിഹിം. ഈ രണ്ട് ഫാനും ഓഫാക്കാം. അവരവിടെ ചെവിയിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ വെക്കുകയാണ്. പ്രബോധനത്തിന് കടന്നു വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രബോധനവുമായി കടന്നു വരുമ്പോ ചെവിയിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. അല്ലാഹുവേ, നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഒരുപാട് ഇസ്ലാമിന്റെ തീരത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇസ്ലാമിന്റെ തീരത്തേക്ക് ക്ഷണിക്കുമ്പോ അവര് അവിടുന്ന് കടന്നു വരാതെ പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നൂഹ് നബി ചെയ്തത് എന്തെന്നറിയോ? പരസ്യ പ്രബോധനം ഇങ്ങനെ തുടങ്ങുകയാണ്. ആളുകളുടെ വീട് വീടാന്തരം ഇറങ്ങിപ്പോവുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉരുളിൽപ്പെട്ട പ്രവാചകനാണ്. പടച്ചവന്റെ അല്ലാത്ത മഹത്വമുള്ള 5 പ്രവാചകന്മാരിലെ പ്രധാനപ്പെട്ട പ്രവാചകനാണ്. വീട് വീടാന്തരം ഇറങ്ങി നടന്നിട്ട് പറയുന്നു, മനുഷ്യ, ഇസ്ലാമിന്റെ തീരത്തേക്കൊന്നു കടന്നു വരുവോ? പരസ്യ പ്രബോധനം വീട് വീടാന്തരം കയറിയിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ തുടങ്ങുകയാണ്. നൂഹ് നബിയോട് അവിടുന്ന് ആളുകളോട് പറയുന്നു, നബിയേ, പരിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തിലേക്ക് കടന്നു വരണമെന്ന അതിയായ ആഗ്രഹമുള്ളവരാണല്ലോ. പക്ഷേ ഞങ്ങൾ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ആളുകളെ ഒറ്റപ്പെടുത്തുമല്ലോ, ആളുകളെ ഞങ്ങളെ പ്രയാസപ്പെടുത്തുമല്ലോ, ആളുകളെ ഞങ്ങളെ കളിയാക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരാതിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി തന്റെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിനെ കല്ലൂരാബിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലാഹു അവിടുന്ന് ഖുർആനിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ്. അല്ലാഹു നമ്മളോട് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്താണ് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി തരുന്നത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ.
അള്ളാഹുവിനോട് നമ്മൾ അങ്ങ് തൗബ ചെയ്യുമ്പോൾ, പൊറുക്കലിനെ ചോദിക്കുമ്പോൾ, രണ്ടാമത്തെ റമദാനിലെ രണ്ടാമത്തെ 10 പടച്ചവന് സമ്മാനിച്ചത് ദോഷങ്ങൾ പുറക്കാനുള്ള 10ആണ്. അള്ളാഹു രണ്ടാമത്തെ 10 റമദാനിലെ രണ്ടാമത്തെ 10 സമ്മാനിച്ചത് ഞാനും നിങ്ങളും ചെയ്തു പോയ ദോഷങ്ങൾ മുഴുവൻ പടച്ചവനോട് ഏറ്റുപറയാനുള്ള പടച്ചവൻ തന്ന 10ആണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് വല്ലാത്ത സുന്ദരമായ പ്രാർത്ഥന കൊണ്ട് 10 ദിവസം കടന്നു കളഞ്ഞവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളെ മുഴുവനും ഇങ്ങനെ റസൂലുള്ളാഹിയുടെ മുമ്പിലിരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ലൗ ബലഗത് ദുനൂബക അനാന സമാ. വല്ലാത്തൊരു വർത്തമാന ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബി അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യനങ്ങൾ തെറ്റ് ചെയ്യുമ്പോ എത്ര തെറ്റാണ് മുത്തുനബി പറഞ്ഞതെന്നറിയോ? ആകാശമൊട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് തെറ്റ് ചെയ്യുകയാണ്, ആകാശമൊട്ടുന്ന അത്രത്തോളം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണ്. ലൗ ബലഗത് ദുനൂബക അനാന സമാ. ആകാശമൊട്ട തെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ആ മനുഷ്യനോട് റബ്ബേ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു അല്ലാഹ് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുമോന്ന് പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോ ഗഫറത്തുലക പടച്ചവൻ അവിടെ നിന്ന് പൊരുത്തപ്പെട്ടു തരാൻ തയ്യാറാ. ചില്ലറ തെറ്റുകളല്ല, 1 2 തെറ്റുകളല്ല. ലൗ ബലഗത് ദുനൂബക അനാന സമാ. ആകാശമൊക്കെ തെറ്റ് ചെയ്യുമ്പോ പിന്നെ ആ മനുഷ്യനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഗഫറത്തുലക മനുഷ്യന് ഞാൻ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. കാരണം മനുഷ്യന്റെ ശരീരം അങ്ങനെയാണല്ലോ. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് വല്ലാതെ ചായുന്ന ശരീരമാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആരും ആകാശമുട്ടയൊന്നും തെറ്റ് ചെയ്തവരല്ല. പക്ഷേ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറഞ്ഞപ്പോ ഏതെങ്കിലും എന്റെ പ്രിയമുള്ളവർ ഏതെങ്കിലും നമ്മളെ പടച്ചവനോട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കരഞ്ഞു പറഞ്ഞോ, അല്ലാഹുവേ അറിഞ്ഞ് ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായതുണ്ട്, പരസ്യമായതുണ്ട്, ഒന്ന് പൊറുക്കണേ അല്ലാഹ് എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ എത്ര തെറ്റ് ചെയ്താലോ പടച്ചവനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ തയ്യാറാണ്. ഇതേ വർത്തമാനം നൂഹ് നബി അലൈഹിസ്സലാം തന്നെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അത് മാത്രമല്ലല്ലോ, രോഗം വരുമ്പോൾ മരുന്ന് കുടിക്കുമല്ലോ. നമ്മുടെ രോഗം വരുമ്പോൾ ഡോക്ടറുടെ അരികിൽ പോയി മരുന്നുകൾ വാങ്ങി കഴിക്കുമല്ലോ. ഒരു മനുഷ്യനങ്ങ് റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹുവേ ആകാശത്തുനിന്ന് മഴകൾ ഇങ്ങനെ ചൊരിപ്പിച്ചു തരുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ ഇങ്ങനെ ഏറ്റുപറയുമ്പോ അല്ലാഹു ആകാശ ലോകത്തുനിന്ന് മഴകൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. രണ്ടാമത് ദോഷങ്ങൾ പുറക്കാൻ വേണ്ടി പടച്ചവനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവൻ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഒരുപാട് പേര് സങ്കടം പറയാറുണ്ട്, ഒരുപാട് പേര് പ്രയാസം പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോ മക്കളില്ലാത്തവരുണ്ടോ, പട്ടിണിയുള്ളവരുണ്ടോ, പ്രതിസന്ധികളുള്ളവരുണ്ടോ? മക്കളില്ലാത്തവരെ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്തെന്നറിയോ? അറിഞ്ഞും അറിയാതെയും ഒരുപാട് ദോഷങ്ങൾ ചെയ്തവനാണ്, ഒന്ന് പൊറുക്കണേ അല്ലാഹ് എന്ന് പടച്ചവനോട് ഏറ്റുപറയാൻ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ വർത്തമാനം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരും കിട്ടണില്ല. എന്നിട്ടും വിരലെണ്ണാകുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കൂടെ കൂടിയത്. നൂഹ് നബിയുടെ കണ്ണ് നിറയുമ്പോ അല്ലാഹുവേ
900 വർഷം ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രബോധനം നടത്തിയിട്ട് കല്ലേറുകൊണ്ടല്ലോ പ്രയാസങ്ങൾ അനുഭവിച്ചല്ലോ, പ്രതിസന്ധികൾ അനുഭവിച്ചല്ലോ. ഒരു മനുഷ്യൻ പോലും വളരെ വിരലിലെണ്ണാകുന്ന ആളുകളല്ലേ എന്റെ കൂടെ കൂടിയതല്ല. ആൾക്കാരല്ലേ ബാക്കിയുള്ളവരൊന്നും കൂടിയില്ലല്ലോ. ഈ വർത്തമാനം പറഞ്ഞപ്പോഴാണ് കപ്പലുണ്ടാക്കാൻ പറയുന്നത്. ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ് നമ്മുടെ ഉരുവസിൽപ്പെട്ട പ്രവാചകനായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് കൊടുത്ത 2 ഉപദേശമുണ്ട്. മരണത്തിന്റെ സമയത്ത് നൂഹ് നബി ഇങ്ങനെ മരണത്തിനെ ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം മക്കളോട് 2 ഉപദേശം ഇങ്ങനെ കൊടുക്കുകയാണ്. നൂഹ് നബി പറയുന്നു, മക്കളെ, വാപ്പ മരിക്കാൻ പോവുകയാണല്ലോ, വാപ്പ ഇങ്ങനെ മരണത്തിന് ഇങ്ങനെ മുഖാമുഖം കാണുകയാണ്. അതുകൊണ്ട് വാപ്പാക്ക് നിങ്ങളോട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നീ ഖാസിൻ അലൈക്കൽ വസിയാ. എന്റെ പൊന്നുമക്കളോട് വാപ്പയായ ഞാനൊരു വസിയത്ത് പറഞ്ഞു തരാൻ പോവുകയാണ്. അതിലെ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. ഒന്നാമത്തത് ജീവിതത്തിൽ ചെയ്യേണ്ട 2 കാര്യം എന്തെന്നറിയോ? എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത് നൂഹ് നബി അലൈഹിസ്സലാം മരണത്തിന് മുഖാമുഖം കാണുകയാണ്. മരണത്തിനെ മുഖാമുഖം കാണുമ്പോ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, 2 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ കലിമത്ത് തൗഹീദ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടനീളം നിങ്ങൾ കൊണ്ടു നടക്കേണ്ട വർത്തമാനമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 900 വർഷത്തോടെ പ്രബോധനം നടത്തി വിരലെണ്ണാകുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കൂടെ കൂടിയത്. അവസാനം മക്കളോട് പറഞ്ഞതെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒഴിവാക്കാൻ പറ്റാത്ത വർത്തമാനമാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലയുണ്ടെങ്കിലേ മുസ്ലിമാകോ മുഅ്മിനാകോ. അതുകൊണ്ട് മക്കളെ, വാപ്പാട മക്കള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാമാണല്ലോ. അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതമിങ്ങനെ പ്രയാസത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. കാലഘട്ടത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടിക്കണ്ടെറിഞ്ഞ് കാരുണ്യമാണ് കരുണികമെന്ന് കാലിശീക ലോകത്തിന് കാട്ടിക്കൊടുത്ത മദീന ആ മദീനയുടെ നായകൻ അവിടുന്ന് സ്വഹാബികൾ അവിടുന്ന് ഇങ്ങനെ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ബദഅൽ ഇസ്ലാം ഗരീബാ. ഇസ്ലാം തുടങ്ങിയത് പ്രയാസത്തിന്റെ നടുവിലൂടെയാണ്, പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ്, ബുദ്ധിമുട്ടിന്റെ കഥനക്കഥകളുടെ നടുവിലൂടെയാണ്. മുത്തുനബി കല്ലേറും പ്രാന്തനെന്ന് വിളിയും നാട് വിട്ടുപോക്കും എല്ലാം ഉണ്ടായതാണ്. സയഊദു ഗരീബാ. പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട ഇസ്ലാം മതം മടങ്ങിപ്പോകുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പ്രതിസന്ധിയുടെ വർത്തമാന പല കോണുകളിൽ നിന്ന് ഇസ്ലാമിന്റെ നേരെ ഇങ്ങനെ കാന്തക്കൈകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇസ്ലാമിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ മുത്തുനബി നമ്മളോട് പറഞ്ഞു തന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ലം തുഅ്മിനു ഹത്താ തുറാഹിമു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ തീർച്ചയായും ഒരു മനുഷ്യൻ മുഅ്മിനാകൂല ഹത്താ തുറാഹിമു. പരസ്പരം കരുണ ചെയ്യണമല്ലോ. ഫഖാലു സ്വഹാബികൾ മുഴുവനും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്
നബിയേ നിങ്ങൾ പരസ്പരം കരുണ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സഹാബികൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കുല്ലുനാ റഹീം, ഞങ്ങൾ മുഴുവനും സഹാബികൾ നിങ്ങൾ പരസ്പരം ജീവിക്കുന്നത് സ്നേഹത്തിനും സന്തോഷത്തിനും കരുണയിലുമാണ്. ആ സമയത്ത് മുത്തുനബിയുടെ വർത്തമാനം ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ട പോയിന്റായി പറയുകയാണ്. ഇസ്ലാമിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത് മുത്തുനബിയുടെ ഈ വർത്തമാനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നഹു ലൈസ ബിറഹ്മത്തി അഹദികും സാഹിബഹു വലാകിന്നഹാ റഹ്മത്തുൻ ഇന്നേ വരെ കളവ് പറയാത്ത ഖസ്വയുടെ നായകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലുമാണ്. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് കാരുണ്യമല്ല, വല്ലാത്ത കാരുണ്യമാണ്, വ്യാപിച്ച കാരുണ്യമാണ്. ഹൈന്ദവനോട് കാരുണ്യമാണ്, ക്രൈസ്തവനോട് കാരുണ്യമാണ്, ബുദ്ധിസ്തനോട് കാരുണ്യമാണ്, മതമില്ലാത്തവനോട് കാരുണ്യമാണ്. ഈ നാട്ടിലെ ബാലനും കുമാരനും ആന്റണിയും മുഹമ്മദ് ഒരു മാലയിൽ കോർത്ത മണിമുത്തുകളെ പോലെ കാണണമെന്ന് പഠിപ്പിക്കുമ്പോ ഇസ്ലാം എവിടെയാണ് തീവ്രവാദം പറഞ്ഞത്? ഇസ്ലാം എവിടെയാണ് പ്രതിസന്ധികളുടെ നടുവിലൂടെ വാളെടുക്കണമെന്ന് പറഞ്ഞത്? കരുണ ചെയ്യണം, നിങ്ങൾ കരുണ ചെയ്യണേ എന്ന് പഠിപ്പിച്ചതാണ്. കുല്ലുനാ റഹീം, നബിയേ ഞങ്ങൾ മുഴുവനും പരസ്പരം സ്നേഹത്തിലാണ്, പരസ്പരം കരുണയിലാണ്. ആ കരുണയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലാകിന്നഹാ റഹ്മത്തുൻ എല്ലാവരോടും കരുണ വേണം, എല്ലാവരോടും സ്നേഹം വേണം. ഇവിടെയാണ് ഇസ്ലാമിന്റെ സ്റ്റാൻഡുള്ളത്, ഇവിടെയാണ് ഇസ്ലാമിന്റെ വർത്തമാനമുള്ളത്. എല്ലാ ഹൈന്ദവരോടും ക്രൈസ്തവനോടും ബുദ്ധനോടും മതമുള്ളവനും മതമില്ലാത്തവനോട് കരുണ കാണിക്കണേ എന്ന് പഠിപ്പിച്ച നായകന്റെ വക്താക്കളാണ്. ഇവിടെയാണ് പല ശത്രുക്കളും നമുക്കെതിരെ ഇങ്ങനെ പടഞ്ഞു പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് ഈ കല്ലൂരാവിയിൽ സ്നേഹത്തിന്റെ കഥ പറയുമ്പോ, ഐക്യത്തിന്റെ കഥ പറയുമ്പോ, ഇത് മുത്തുനബിയുടെ ജീവിതത്തിന്റെ വല്ലാത്ത മാതൃകയാണ്. നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. കുല്ലുനാ റഹീം വലാകിന്നഹാ റഹ്മത്തുൻ ആം, ഞാൻ ഉദ്ദേശിച്ചത് ആ കരുണയല്ല സ്വഹാബ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ഒന്നാമത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളോട് ഒന്നാമത് കൊടുത്ത ഉപദേശമാണ്. രണ്ടാമത് മക്കളോട് പറയുന്നു, മക്കളെ അവസാനം രണ്ടാമത് മക്കളോട് പറയുന്നത് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന ദിക്ർ നിങ്ങളുടെ ജീവിതത്തിലൂടെ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ദിക്റാണ്. ഈ രണ്ട് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ള രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അശ്റുഖു, നിങ്ങൾ ശിർക്ക് ചെയ്യലാണ്, അല്ലാഹുവിന് വേറൊരു ആരാധന വസ്തുവിനെ പങ്കുചേർക്കലാണ്. രണ്ടാമത് നൂഹ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോ അൽ കിബ്ർ, നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാവരുത്. അല്ലാഹു കുറച്ച് പണം തരുമ്പോ, അല്ലാഹു കുറച്ച് പത്രാസ് തരുമ്പോ, പവർ തരുമ്പോ, കുറച്ച് പ്രസംഗിക്കാൻ കഴിയുമ്പോ ആളുകളുടെ മുമ്പിൽ അഹങ്കരിക്കരുത്. ആളുകളുടെ മുമ്പിൽ അഹങ്കരിക്കുമ്പോ അവന് പടച്ചവന്റെ മുമ്പിൽ യാതൊരു സ്ഥാനവും യാതൊരു വിലയുമില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഈ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതും ഈ രണ്ട് കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടാത്തതുമാണെന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോ ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുമ്പോഴും അള്ളാഹുവിനെ ബുദ്ധിമുട്ടിച്ചോ അള്ളാഹുവിനെ പഴിചാരിയോ യാതൊരു വർത്തമാനവും പറഞ്ഞില്ല എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ക്വാളിറ്റി. നമ്മൾ എത്ര പ്രയാസം അനുഭവിച്ചു. വളരെ നോർമലായ ഒന്ന് രണ്ട് സംഭവങ്ങളൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതൊന്നും ഒരു പ്രതിസന്ധിയല്ല പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു പ്രയാസമല്ലേ അല്ല. രണ്ടാമത്തെ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. വലിയ മഹത്വമുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസേന ഓർക്കുന്ന പേരാണ്. ഇബ്രാഹിമിയ സലാത്തിനോട് നിസ്കാരങ്ങളിൽ എപ്പോഴും സ്മരിക്കുന്ന ഓർക്കുന്ന പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പടച്ചവൻ കൊടുത്തത് വല്ലാത്തൊരു പ്രയാസമാണ്, വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രബോധനമായി കൊണ്ടു നടക്കുമ്പോൾ ശത്രുവായ ഒരു രാജാവ് കടന്നു വരികയാണ്. അവസാനം പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത തീകുണ്ടാരം ഒരുക്കുകയാണ്. ഒരു മാസം വിറക് വെളിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. വിറക് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ തീകുണ്ടാരം ഇങ്ങനെ കത്തിച്ചുരുക്കുകയാണ്. അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ കരിഞ്ഞുകൊണ്ട് തീകുണ്ടാരത്തിലേക്ക് വീണു പോവുകയാണ്. വല്ലാത്ത പ്രയാസമുള്ള സമയത്ത് ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ കുന്തത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാണ്. വലിയ കുന്തത്തിൽ കയറ്റിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒറ്റ ഉന്തം കുന്തുകയാണ്, ഒരു തള്ളു കൊടുക്കുകയാണ്. ആ തീകുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെന്ന് വീഴുമ്പോ അല്ലാഹുവിന്റെ ഓർഡർ അവിടെ വരികയാണ്. തീയേ കുനി ബർദൗ വസലാമാ അലാ ഇബ്രാഹിമ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ തണുപ്പാവുകയാണ്. ബർദൻ തണുപ്പ് എന്ന് പറഞ്ഞു. ഈ ബർദൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല. കാരണം വല്ലാത്ത കാഠിന്യമുണ്ടായ തണുപ്പാണെങ്കിലും ജീവിക്കാൻ പ്രയാസമാണ്, കഠിനമായ ചൂടാണെങ്കിലും ജീവിക്കാൻ പ്രയാസമാണ്. ബർദൗ സലാമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ശാന്തതയുള്ള തണുപ്പാകണമല്ലോ. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ കടന്നു വരികയാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പുറത്തു വരുമ്പോ രാജാവ് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. ഇവിടെയും അല്ലാഹുവിനെ വല്ലാതെ കുറ്റം പറയാതെ പടച്ചവനെ പഴിചാരാതെ ഇബ്രാഹിം നബി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രയാസമെന്ന്, നിങ്ങളെ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുമ്പോ അല്ല നമുക്കെല്ലാവർക്കും തന്ന മക്കളാണല്ലോ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടാകാതെ വന്നപ്പോ അല്ലാഹുവിനോട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ർസുഖ്നി വലദൻ സാലിഹാ. അല്ലാഹുവേ നല്ല സന്താനത്തെ തരണേ അല്ലാഹ്. വർഷങ്ങളോളം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഒരുപാട് സമയം കഴിഞ്ഞ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പടച്ചവനങ്ങൾ സമ്മാനമായി കൊടുക്കുകയാണ്. മക്കളെന്ന് പറഞ്ഞാൽ ഒരു സമ്മാനമാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചവനെ നല്ല സാലിഹീങ്ങളായ സന്താനങ്ങളെ ഹിബത്ത് തരണേ അല്ലാഹ്, സമ്മാനം തരണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ പടച്ചവൻ സ്വീകരിച്ചു നല്ല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊടുക്കുകയാണ്. പൊന്നുമോനെ വാപ്പയെ വിളിക്കാൻ തുടങ്ങുമ്പോ വാപ്പയുടെ ചിരിയും കളിയും കാണാൻ തുടങ്ങുകയാണ്. വാപ്പാടെ കൂടെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങുകയാണ്. വർഷങ്ങൾ ദുആ ചെയ്ത് കിട്ടിയ മോനാണ്. ഒരു നിമിഷത്തിൽ അല്ല കൊടുത്തതല്ല, ദുആ ചെയ്തു പടച്ചവൻ കൊടുത്ത പൊന്നുമോനാണല്ലോ. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, മോനെ യാ ബുനയ്യാ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നൂഹ് നബി, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോനെ വിളിക്കുകയാണ്. മോനെ, വാപ്പയൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. വാപ്പയുടെ സ്വപ്നത്തിന്റെ പൊരുളെന്തെന്നറിയോ? നിന്നെ അറുക്കാനാ. എന്താണ് പൊന്നുമോനെ നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ആ ചെറിയ കുട്ടി പറഞ്ഞത് എന്തെന്നറിയോ? ഖാല യാ ബതി ഫൽ മാ തുമർ സതജിദുനി ഇൻശാഅല്ലാഹു മിനസ് സാബിരീൻ. അവിടുന്ന് ആ ചെറിയ പൊന്നുമോൻ അവിടുന്ന് ഇപ്പോ ഉപ്പയോട് പറയുമ്പോ, ഉപ്പാ പടച്ചവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യണമല്ലോ, ഞാൻ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ കൂടാമെന്ന് പറയുമ്പോ കണ്ണീരോടുകൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോനെ അറുക്കാൻ പോവുകയാണ്. ഇവിടെയും അല്ലാഹു ഇത് പ്രയാസം കൊടുത്തപ്പോഴും പടച്ചവനെ മറക്കാതെ അവസാനം ചരിത്രങ്ങൾ മാറി മറിയുകയാണ്. പക്ഷേ അറുക്കാൻ പോകുമ്പോൾ മഹാനവറുകളെ ചിന്ത അറുക്കണമെന്നാണ്. അല്ല തന്നതാണ്, പടച്ചവൻ തന്നെ കൊണ്ടുപോവുകയാണെന്ന് കരഞ്ഞുകൊണ്ട് പോകുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, പടച്ചവൻ തന്നതാണ്. അള്ളാഹുവിന്റെ പ്രയാസത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഇച്ചിരി പോലും പതറാതെ റബ്ബിന് വേണ്ടി ജീവിച്ച പ്രവാചകനാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അങ്ങനെ, നൂഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ, മൂസാ നബിയോ വേഗം പറഞ്ഞു പോവുകയാണ്. കലീമുല്ലാഹി മൂസാ, അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. ഫറോവ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ട് ഫറോവ ഇങ്ങനെ പിന്നാലെ കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും സമുദായവും ഇങ്ങനെ ഓടുമ്പോ മൂസാ നബിയുടെ പിന്നാലെ ഫറോവ കൂടുകയാണ്. അടുത്തെത്താൻ പോവുകയാണ്. ഓടി എത്തുമ്പോ തൊട്ടു മുൻപ് നോക്കുമ്പോ വലിയ കടൽ കാണുകയാണ്. സമുദായം മൂസാ നബിയുടെ കൂടെയുള്ളവർ മൂസാ നബിയോട് ചോദിക്കുന്നു, നബിയേ, ഫറോവ പിന്നിൽ കടന്നു വരികയാണ്, മുമ്പിലുള്ളത് കടലാണ്, ഇനി എന്താണ് ചെയ്യുക? പടച്ചവൻ പ്രയാസപ്പെടുത്തിയോ? കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. നിങ്ങൾ പ്രയാസപ്പെടരുതേ, നിങ്ങൾ പ്രതിസന്ധിയിലാവരുതേ. ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. നമ്മളെ കൂടെ നമ്മളെ പടച്ചവനുണ്ടെന്ന് വല്ലാത്ത വർത്തമാനം അവിടെ കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കടലങ്ങ് രണ്ടായി കടൽ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമും സമുദായവും കടന്നുപോയി. ഫറോവയുടെ പിന്നാലെ വന്നപ്പോ കടൽ ഒറ്റപ്പെടുത്തം, ആയ പാലമങ്ങ് മാറി കടലായി. വീണ്ടും അദ്ദേഹം ആ കടലിൽ കടന്ന് വിട പറയുകയാണ്. ആ കടലിന്റെ മുമ്പിൽ നിന്നാണ് മൂസാ നബി പറഞ്ഞത്, ഖല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അള്ളയുണ്ട്, പ്രയാസപ്പെടരുതേ, പ്രതിസന്ധിയിലാവരുതേ. എന്ത് പ്രതിസന്ധി വന്നാലും അള്ളയുണ്ട് എന്ന വലിയൊരു കൂടെ. എത്ര പ്രയാസപ്പെടുത്തി, ഒറ്റടിക്കൊന്നും ഒരു പ്രവാചകനും ഒരു സമുദായത്തിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല. ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടാണ് പോയതൊക്കെ. ഇങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ജീവിതകഥയുള്ളത്. ഇവരെയൊക്കെ പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ അവസാനം ഒരു വഴിയുമില്ലാതെയാണ് ശത്രുക്കളിൽ നിന്നും അവിടുന്ന് വിട്ടേച്ചു പോകുന്നത്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഇനി പറയാനുള്ളത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുമ്പോ ഒരുപാട് സ്വാധീനമുള്ള 70 വർഷത്തോളം പടച്ചവൻ ഒരുപാട് കാരുണ്യവും ഒരുപാട് റഹ്മത്തും കൊടുത്ത പ്രവാചകനാണ്. രാജാവാണ്. ഒരുപാട് മക്കളെയും ഒരുപാട് സമ്പാദ്യവും വീടും പാർപ്പിടവും കൊട്ടാരവും കൃഷിയിടങ്ങളും കൊടുക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ശൈത്താൻ പോയിട്ട് അല്ലാഹുവിനോട് പരാതി പറയുന്നു, അല്ലാഹ്, ഒരുപാട് പണം അയ്യൂബിന് കൊടുത്തപ്പെടും, മക്കളെ കൊടുത്തപ്പെടും, ഭാര്യ കൊടുത്തപ്പെടും, തോട്ടങ്ങൾ കൊടുത്തപ്പെടും. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഇബാദത്ത് എന്ന് ലെവലേശം പോലും മാറുന്നില്ല. ഞാനൊന്ന് അയ്യൂബിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ, ഞാൻ അയ്യൂബിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലാ, ഞാൻ അയ്യൂബിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ അല്ലാ. ആദ്യമായി അവിടുന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൃഷിയിടങ്ങൾ അവിടുന്ന് കത്തിനശിക്കുകയാണ്. ശൈത്താൻ അവിടുന്ന് നല്ല മനുഷ്യന്റെ രൂപത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചാര ഓടിപ്പോകുമ്പോ അയ്യൂബ് നബിയോട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുകയാണ്, നമസ്കരിക്കുകയാണ്, എന്നിട്ടും നിങ്ങളെ പടച്ചവൻ നിങ്ങളുടെ കൃഷിയിടങ്ങൾ വിടവിന് തോട്ടങ്ങൾ വിടവിനെ നശിപ്പിച്ചു കളയുകയാണ്. നമ്മളെല്ലാവരും പറയുന്ന വർത്തമാനമാണ്, ഉസ്താദ് 5 വഖത്ത് നമസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും എന്റെ റബ്ബിനിക്ക് പ്രയാസം വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരേ, ഉപ്പാ, അല്ലാഹു ഇഷ്ടമുള്ളവന് കൊടുക്കുന്നതാണ് പരീക്ഷണം ഒരു വഴിയില്. രണ്ടാമത്തെ വഴിയില് പരീക്ഷണം എന്ന് പറയുമ്പോ ശിക്ഷയാണ്. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുമല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിശാചിനോട് പറഞ്ഞ മറുപടി എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഅതാനി, എനിക്കിത് തന്നത് റബ്ബാണ്, സുമ്മ അഖദ മിന്നീ, പിന്നെ എന്റെ റബ്ബിൽ നിന്ന് കൊണ്ടുപോവുകയാണ്, യാതൊരു പ്രയാസവും യാതൊരു പ്രതിസന്ധിയുമില്ലെന്ന് പറയുമ്പോ രണ്ടാമതെന്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിടവിനെ നശിപ്പിച്ചു കളയുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിടവിനെ അവിടുന്ന് നശിപ്പിച്ചു പോവുകയാണ്. ഇതേ വർത്തമാനം പിശാച് എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഅതാനി സുമ്മ അഖദ മിന്നീ, ഇത് മുഴുവനും തന്നത് പടച്ചവനാണല്ലോ, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ലെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പിന്നെയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമതും എല്ലാ ഭാര്യമാരും മഹാനവറുകളെ വിട്ടേച്ചു പോകുമ്പോ
ഇതേ വർത്തമാനം തന്നെ വീണ്ടും പറയുകയാണ്. അവസാനം വല്ലാത്ത എല്ലാവരും കണ്ടാവറുക്കുന്ന വല്ലാത്ത പ്രയാസമുള്ള രോഗം കൊടുക്കുകയാണ്. എല്ലാ ഇറച്ചികളും അവിടുന്ന് ശരീരത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്ന പ്രയാസമുള്ള രോഗമാണ്. അല്ലാഹുവേ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരു ഭാര്യ മാത്രം ഇങ്ങനെ ബാക്കിയാവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോ, എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയുടെ നടുവിലൂടെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് പിശാച് നല്ല മനുഷ്യന്റെ രൂപത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പിശാചിനെ കാണുമ്പോ അവിടുന്ന് പറയുന്നു, പെണ്ണേ, നിന്റെ ഭർത്താവ് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ, അല്ലാഹു നിന്റെ പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ നിന്റെ ഭർത്താവിന്റെ പ്രയാസ പ്രതിസന്ധികൾ എവിടെ വരും? അല്ലാഹു അവിടുന്ന് മാറ്റിക്കൊടുക്കുമെന്ന് ഭാര്യയോട് പിശാച് പറയുമ്പോ ഭാര്യ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലൗ ദഅഉത റബ്ബക ലഫറജൻക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രയാസമാണ് രോഗം ശിഫയാക്കി തരാൻ പറയുമ്പോ അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾ ഇവിടെ ശിഫയാക്കി തരുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു വർത്തമാനം പറയുകയാണ്. കല്ലൂരാവിയിലെ വയതന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഈ ബസാർ ഗൈസ് സംഘടിപ്പിച്ച 3 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. ഇവിടെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, 70 വർഷത്തോളം പടച്ചവൻ തന്നത് പ്രൗഢിയുടെ ജീവിതമാണ്. അല്ലാഹു കൊട്ടാരം തന്നു, വാഹനം തന്നു, വീട് തന്നു, മക്കളെ തന്നു, ഒരുപാട് തോട്ടങ്ങളെ തന്നു, എല്ലാവിധ പ്രൗഢിയും തന്ന എന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഫഖദ് ഉസ്തു 70 സനതൻ സഹീഹാ. അയ്യൂബ് നബി അലൈഹിസ്സലാം 70 വർഷം ജീവിച്ചത് പ്രൗഢിയുടെ ജീവിതമാണ്. ഞാൻ ജീവിച്ചത് പ്രതിസന്ധികൾ നിറയാത്ത വെറും പ്രൗഢിയുള്ള ജീവിതമാണ്. فهل قليل لله أن نصبر له 70 سنة. ഒരു 70 വർഷം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വർത്തമാനമാണ്. അല്ലാഹ് 2 വർഷം നമുക്ക് കോവിഡ് തന്നപ്പോ, പ്രയാസം തന്നപ്പോ 10, 25, 35, 40, 50, 60, 70 വയസ്സ് വരെ പടച്ചവൻ ഒരുപാട് അനുഗ്രഹം തന്നല്ലോ. അല്ല നമുക്കെല്ലാവർക്കും ഒരുപാട് കാരുണ്യങ്ങൾ പടച്ചവൻ ചെയ്തല്ലോ. വാഹനവും ഭക്ഷണവും വീടും വസ്ത്രവും പാർപ്പിടവും മക്കളെയും തന്നല്ലോ. നമ്മൾ ആരെങ്കിലും 2 വർഷത്തിന്റെ പ്രയാസം പടച്ചവൻ തന്നപ്പോ 45 വർഷം എന്റെ പടച്ചവൻ എനിക്ക് നന്മ തന്നല്ലോ. 50 വർഷം എന്റെ പടച്ചവൻ എനിക്ക് യാതൊരു പ്രയാസവും തന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും പടച്ചവനോട് ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും സംസാരിച്ചോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ ദുആ ചെയ്യില്ല. കാരണം 70 വർഷമെങ്കിലും എന്റെ പടച്ചവന് വേണ്ടി യോഗത്തിന് ഞാൻ ക്ഷമിക്കണമല്ലോ. 70 വർഷം എനിക്ക് അല്ലാഹു തന്നത് പ്രൗഢിയുടെ ജീവിതമാണ്. നമുക്ക് അല്ലാഹു എത്ര കാലമാണ് പ്രൗഢിയുടെ ജീവിതം തന്നത്? എന്നിട്ട് നമ്മുടെ 2 വർഷത്തെ പ്രയാസം തന്നപ്പോ അല്ലാഹ് പ്രയാസമാണ് റബ്ബേ, പ്രതിസന്ധിയാണ് അല്ലാഹ്. നമ്മൾ ആരെങ്കിലും 45 വയസ്സ് വരെ എന്റെ റബ്ബനിക്ക് നല്ലത് ചെയ്തല്ലോ, എന്റെ റബ്ബനിക്ക് വീട് തന്നല്ലോ, എന്റെ അല്ല എനിക്ക് വസ്ത്രം തന്നല്ലോ, എന്റെ റബ്ബനിക്ക് ഭക്ഷണം 50 വയസ്സ് വരെ തന്നവനല്ലേ, ഒരു 2 വർഷമല്ലേ എന്റെ റബ്ബ് നമ്മളെ പ്രയാസപ്പെടുത്തിയതുള്ളൂ എന്ന് നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യയോട് പറഞ്ഞു, ദുആ ചെയ്യില്ല. ഭാര്യയുടെ ജോലി വീട്ടുവേലയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ജോലി വീട്ടുവേലയാണ്. വീട്ടിൽ പോയി അവിടുന്ന് വീട്ടുകാർക്ക് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ഭർത്താവിനെ നോക്കുന്നത്. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ജോലിക്ക് വേണ്ടി വെളിയിൽ ഇറങ്ങുമ്പോ
ആളുകൾ മുഴുവനും പറയുന്നു അയ്യൂബിന്റെ ഭാര്യയാണ്, അവിടുന്ന് പരക്കുന്ന രോഗമാണ് അയ്യൂബിനുള്ളത്. കോവിഡ് വന്നപ്പോൾ നമ്മുടെ കണ്ടെയ്ൻമെന്റ് സോണും വീട്ടിലുമൊക്കെ ക്വാറന്റൈൻ കഴിഞ്ഞവരാണ്. അതുപോലെ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഭാര്യക്കാരും ജോലി കൊടുക്കാതെ വരികയാണ്. അല്ലാഹുവേ, വീട്ടിലെന്റെ ഭർത്താവ് തനിച്ചാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തവിടുന്ന് ഏറ്റവും കൂടുതൽ, ഇന്നത്തെക്കാളും കൂടുതൽ അന്ന് ഭാര്യമാരുടെ സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറഞ്ഞ അവരുടെ മുടികളാണ്. ആ മുടി മുഴുവനും അവിടുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മുറിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനുള്ള ഭക്ഷണം വാങ്ങി കൊണ്ടുവന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പെണ്ണേ, എവിടെന്നാണ് നിനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പണം ലഭിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് തിരിച്ചും മറിച്ചും ഒരുപാട് ഇങ്ങനെ ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഭർത്താവ്, എന്റെ മുടി ഞാൻ മുറിച്ചു കൊടുത്തപ്പോ അവരെനിക്ക് തന്ന പൈസ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിയതാണ്. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കുകയാണ്. എന്റെ പെണ്ണേ, നിങ്ങളുടെ മുടി മുറിച്ചു കൊടുത്തോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവിടുന്ന് പടച്ചവനോട് ഒരു ദുആ നടത്തുമ്പോ, ഇത് നാദാ റബ്ബഹു ഇന്നി മസ്സനിൽ അർഹമർ റഹീമീൻ. ഭാര്യയുടെ മുടി മുറിച്ചു കൊടുത്തപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വലിയ പ്രയാസമാവുകയാണ്. അയ്യൂബ് നബിക്ക് വല്ലാത്ത പ്രതിസന്ധിയാവുകയാണ്. അയ്യൂബ് നബി പറഞ്ഞത് എന്തെന്നറിയോ? അന്നീ മസ്സനിൽ എന്റെ രോഗം ശിഫയാക്കണേ അല്ലാ എന്നപ്പോഴും പറഞ്ഞില്ല. അപ്പ പറഞ്ഞതെന്താണ്? റബ്ബേ, അയ്യൂബ് ഇച്ചിരി പ്രയാസത്തിലാണ്, അയ്യൂബ് ഇച്ചിരി പ്രതിസന്ധിയിലാണ്. അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനല്ലേ അല്ലാ, നിന്റെ കരുണ വിശാലമല്ലേ. ഇതങ്ങ് ദുആ ചെയ്യുമ്പോ അയ്യൂബ് നബിയുടെ രോഗം മാറുകയാണ്. ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് നിറയുകയാണ്. ഇതെവിടെയെങ്കിലും വന്ന കഥയല്ലല്ലോ, ഇത് പ്രവാചകന്മാരനുഭവിച്ച ത്യാഗത്തിന്റെ കഥയാണ്. പ്രവാചകന്മാരനുഭവിച്ച കഥനക്കഥകളാണ്. അവസാനം ഞാൻ എന്റെ വയതിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോവുകയാണ്. അവസാനം പ്രിയമുള്ളവരെ, ഒരു നേതാവിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മദീന അസറിന്റെ സമയമാകുമ്പോ റൗദയിലോടൊരു പ്രത്യേക കാറ്റിങ്ങനെ അടിച്ചു വീശുകയാണ്. ആ കാറ്റിന്റെ പേരാണ് റീഹുസ്സബാ. നുസ്റ ബിറീഹിസ്സബാ. റീഹുസ്സബ കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു എന്ന് മുത്തുനബി അവിടുന്ന് പറയുമ്പോ വളരെ മനോഹരമായ സുന്ദരമായ കാറ്റുള്ള സമയമാണ്. വളരെ പുണ്യമുള്ള സ്ഥലമാണ് ഖസ്വാ. ആ ഖസ്വയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇച്ചിരി ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ജനിക്കുമ്പോഴേ പിതാവില്ലല്ലോ. 6-ാമത്തെ വയസ്സിൽ അവിടുന്ന് അബുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ അല്ലാഹുവേ, പടച്ചവരെ, 6-ാമത്തെ വയസ്സെത്തുമ്പോ അബുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് ഉമ്മയുടെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഉപ്പയുടെ ഖബറിടം സന്ദർശിച്ച് തിരിച്ചു വരുമ്പോ ഉമ്മയും ലോകത്തുനിന്ന് വിട പറയുകയാണ്. 6 വയസ്സുള്ള മുത്തുനബിയുടെ ബാലു കരഞ്ഞിട്ടുണ്ടാകുമല്ലോ. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയമുള്ളവരെ, കോടാകോടി വീട് വെക്കുകയാണ്. അവരുടെ കോടികൾ കൊടുത്ത് നീരിയർ വറക്ക് നിർമ്മിക്കുകയാണ്, ലൈറ്റുകൾ ഘടിപ്പിക്കുകയാണ്. നമ്മളെ വീടിന്റെ പ്രകാശമാരെന്നല്ലോ, അത് നമ്മളെ ഉമ്മയാണല്ലോ. ഉമ്മയില്ലാത്ത വീട്ടിൽ കോടികളുള്ള വിളക്കോ കോടികളുള്ള ഇന്റീരിയർ കൊണ്ട് ഉപകാരമില്ല. അപ്പൊ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ
മുത്തുനബിയുടെ കൈ പിടിച്ച ആമിനാ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തുനിന്ന് വിട പറയുകയാണ്. റസൂലുള്ള കരഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഒരു ചെറിയ കുട്ടി നിന്ന് ഹബ എന്ന് പറയുന്ന മരുഭൂമിയിൽ നിന്ന് തേങ്ങുകയാണ്. വെല്ലുപ്പോടി വരികയാണ്. വെല്ലുപ്പ മുഹമ്മദ് നബിയെ ചേർത്ത് പിടിക്കുകയാണ്. 8ാമത്തെ വയസ്സിൽ വെല്ലുപ്പയും ലോകത്തുനിന്ന് വിട പറയുകയാണ്. 40 വയസ്സ് വരെ മുത്തുനബിയുടെ വേണ്ടതോടൊന്നും ചെയ്തു കൊടുക്കുന്നത് എളാപ്പയാണ്. 40 വയസ്സ് വരെ വീണ്ടും ചെയ്തു കൊടുക്കുന്നത് എളാപ്പയാണ്. ജീവിതത്തിന്റെ എപ്പോഴും എളാപ്പയുടെ കൂടെയാണ്. എല്ലാ കാര്യത്തിനും എളാപ്പയുടെ കൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുമ്പോ അല്ലാഹുവേ അൽ അമീൻ എന്ന് മാറ്റി വിളിക്കുകയാണ്. തബ്ബല്ലക യാ മുഹമ്മദ്, നിനക്ക് നാശമെന്ന് പറയുമ്പോ അവസാനം അല്ലാഹുവേ മുത്തുനബിയോട് ഉപരോധം നടത്തുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ പ്രവാചകന്റെ കഥയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, നിങ്ങൾ ലോകത്തിന് മുഴുവൻ കരുണയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ അവിടുത്തെ മുത്തുനബിയുടെ കഥയാണല്ലോ. അവിടുന്ന് സയ്യിദ് അബൂ താലിബിന്റെ മരഞ്ചെരുവിൽ 3 വർഷത്തോളം മുത്തുനബിയോട് ഉപരോധം നടത്തുകയാണ്. അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ 3 വർഷത്തോളം മുത്തുനബിയോട് കച്ചവടം ചെയ്യാതെ കടന്നു വരികയാണ്. 3 വർഷത്തോളം സയ്യിദ് അബൂ താലിബിന്റെ മരഞ്ചെരുവിൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ ഒറ്റക്കിങ്ങനെ കഴിയുകയാണ്. കൊണ്ടുപോയ ഭക്ഷണവും വെള്ളവും മുഴുവനും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം തീരാൻ പോകുമ്പോ മുത്തുനബി സ്വഹാബികളോട് ചോദിച്ചു, സഹാബാ, നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണവും വസ്ത്രവുമെല്ലാം തീർന്നോ? നബിയേ, കൊണ്ടുവന്ന വെള്ളവും ഭക്ഷണവും തീരുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഈ കല്ലൂരാവിയിലെ സ്വർഗത്തിൽ വന്ന ഞാനോ നിങ്ങളോ കഴിക്കാത്ത, നമ്മൾ ഇന്ന് കഴിച്ചത് സുഭിക്ഷമായ ഭക്ഷണമാണ്. നാളെ കഴിക്കുന്നതും സുഭിക്ഷമായ ഭക്ഷണമാണ്. കോവിഡിന്റെ പ്രയാസം വന്നപ്പോഴും നമ്മൾ കഴിച്ചത് സുഭിക്ഷമായ ഭക്ഷണമാണ്. മുത്തുനബി കഴിച്ച ഭക്ഷണം ഏതെന്നറിയോ? കാനോ യൗകുലൂന ഔറാഖ സദർ. മരത്തിന്റെ പച്ചയിലകൾ പൊട്ടിച്ച് തിന്നുമ്പോ സ്വഹാബികളും മുത്തുനബിയും മരത്തിന്റെ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ച് വായിൽ വെക്കുകയാണ്. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു തആല വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ഉമ്മ, ആരുടെ ഉമ്മയാണെന്നറിയോ? സ്വർഗത്തിൽ നിങ്ങളുടെ കൈയും പിടിച്ചു പോകേണ്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തുനബി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരോടി പോവുകയാണ്. ഖദീജ, നിങ്ങൾ പണമുള്ള വീട്ടിലെ ആളാണല്ലോ, നിങ്ങൾ സമ്പാദ്യമുള്ള വീട്ടിലെ ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകാമെന്ന് പറയുമ്പോ അവിടുന്ന് മുത്തുനബിയുടെ മുമ്പിൽ നോക്കിയിട്ട് ഖദീജ ബീവിയുടെ കണ്ണ് നിറയുകയാ. യാ റസൂലല്ലാഹ്, ഖദീജ മുത്തുനബിയുടെ കൂടെ കടന്നു വന്നതെന്തിനെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ കലിമത്ത് തൗഹീദ് ഉറക്കെ പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തുനബിയുടെ കൂടെ പട്ടിണി കിടക്കുമ്പോ അവസാന ഖദീജ ബീവി റളിയല്ലാഹു തആല ചില്ലറക്കാരിയല്ല. അന്ന് തന്നെ ഇന്ന് നമ്മൾ മുഴുവനും പറയുന്ന യൂസഫ് അലിയോട് സമാനമായി അതിലേറെ പണമുള്ള കോടീശ്വരവതിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല മുഴുവനും സമ്പാദ്യം ചെലവഴിച്ചത് മുത്തുനബി ചോദിക്കുമ്പോ മുത്തുനബിക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാ. ചോദിക്കുമ്പോ കൊടുക്കുകയാണ്. അവസാന ഖദീജ ബീവി മരണത്തോട് ഇങ്ങനെ മുഖാമുഖം കണ്ടു കിടക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല ലോകത്തുനിന്ന് വിട പറയാനുള്ള കാരണം എന്തെന്നറിയോ?
അന്ന് ശൈബ് അബീ താലിബിന്റെ മരഞ്ചരിവിൽ പച്ചയിലകളെന്നു വയറിന് അസുഖം വരികയാണ്. വയറിന്റെ അസുഖം മൂർച്ഛിച്ച് വല്ലാത്ത പ്രയാസമാവുകയാണ്. ഉമ്മാ 25 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. 25 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചാര വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, 25 വർഷം നമ്മൾ ഒപ്പം ജീവിച്ചവരാണ്. 15 വയസ്സിന്റെ വ്യത്യാസമുള്ള സ്നേഹത്തിന്റെ കഥയാണ്. യാ റസൂലല്ലാഹ്, അങ്ങേ ഞാൻ എവിടെയെങ്കിലും വേദനിപ്പിച്ചോ, അങ്ങേ ഞാൻ പ്രയാസപ്പെടുത്തിയോ എന്ന് മുത്തുനബിയോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കാൻ തുടങ്ങുകയാണ്. 25 വർഷം ഖദീജ നിന്റെ കൂടെ ജീവിക്കുമ്പോ ഒരു നിമിഷം പോലും നിങ്ങൾ എന്നെ വേദനിപ്പിച്ചില്ലല്ലോ, ഒരു സെക്കൻഡ് പോലും നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തിയില്ല. വല്ലാത്ത ചോദ്യമാണ്. ഇതേ ചോദ്യം മുത്തുനബിയും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചിരിച്ചു ചോദിക്കുകയാണ്. യാ റസൂൽ ഖദീജ, മുഹമ്മദ് 25 വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ച ഭർത്താവാണ്. നിങ്ങളെ വേദനിപ്പിച്ചോ, നിങ്ങളെ പ്രയാസപ്പെടുത്തിയോ? അവസാന സമയത്തും ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് പറഞ്ഞ വർത്തമാനം എന്തെന്നറിയോ? നബിയേ, റിദാഉക യാ റസൂലല്ലാഹ്, അങ്ങയുടെ തട്ടമൊന്നെന്റെ കഫൻ തുണയിൽ പൊതിയുമ്പോ വെക്കുമോ? അങ്ങയുടെ തട്ടമൊന്നെന്റെ കഫൻ തുണയിൽ പൊതിയുമ്പോ വെക്കുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. ഇതൊരു സ്നേഹത്തിന്റെ കഥയാണ്, ഇത് വല്ലാത്ത സന്തോഷത്തിന്റെ കഥയാണ്. മുത്തുനബിയുടെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയാൽ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ നമസ്കരിക്കുകയാണ്. മുത്തുനബി ഇങ്ങനെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമസ്കാരം നടത്തുമ്പോൾ ഉമയ്യത്ത് ഇബ്നു ഖൽഫും കൂട്ടരും ഒരു വല്ലാത്ത കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അവിടുന്ന് ഒട്ടകത്തിന്റെ ചീന കുടന്മാരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരികയാണ്. മുത്തുനബിയുടെ സുജൂദിന് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പെരടിയിൽ കൊണ്ടുവന്ന് ഉമയ്യത്ത് ഇബ്നു ഖൽഫും കൂട്ടരും കുടൽമാല ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സുജൂദിന് എഴുന്നേൽക്കാൻ കഴിയാതെ പതുങ്ങി താഴെ വീഴുകയാണ്. ഒന്ന് രണ്ട് തവണ ശ്രമിച്ചപ്പോഴും മുത്തുനബി അതിൽ തന്നെ വീഴുമ്പോ 6 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വെളിയിൽ വരികയാണ്. പതുക്കെ ഉപ്പയുടെ മേലുള്ള കുടൽമാല ഇങ്ങനെ മാറ്റുകയാണ്. അവിടുന്ന് ഫാത്തിമ ബീവിയുടെ ചെറിയ കൈകളാണല്ലോ, വളരെ ചെറിയ കുട്ടിയല്ലേ, പതുക്കെ കുടൽമാലകൾ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അവസാനം എല്ലാം എടുത്തു കഴിയുമ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊലിക്കുകയാണ്. ഉപ്പാട കുട്ടി കരയുകയാണോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്? നിങ്ങൾ അനുഭവിക്കുന്നത് നിസ്സാരമല്ലല്ലോ, നിങ്ങൾ അനുഭവിക്കുന്നത് ചെറിയ പ്രതിസന്ധികളല്ലല്ലോ. മോളുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ് പിതാവ്. എന്നിട്ട് പറയുന്നു, മോളെ, ഫലാ ഖുർബ അബീകി ഫിൽ ആഖിറ, നിന്റെ ഉപ്പാക്ക് ആഖിറത്തിൽ ഒരു പ്രയാസവുമില്ല, നിന്റെ ഉപ്പാക്ക് ആഖിറത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലല്ലോ. എത്ര പ്രയാസങ്ങൾ, എത്ര പ്രതിസന്ധികൾ അനുഭവിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, 2 വർഷം കോവിഡിന്റെ 2 വർഷം മുമ്പ് നമ്മൾ മുഴുവനും സമരം നടത്തിയത് പൗരത്വ ബില്ലിന് വേണ്ടിയാണ്. ആസാദി എന്ന് വിളിച്ചാണ് നമ്മൾ മുഴുവനും ഇങ്ങനെ സമരം നടത്തിയത്. 2 വർഷം മുന്നേ നമ്മൾ മുഴുവനും സമരം നടത്തിയത് മഹത്തായ ഇന്ത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുന്ദരമായ ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ ജനിച്ചവരാണ്, നമ്മൾ വളർന്നവരാണ്, നമ്മൾ നേടിക്കൊടുത്ത സ്വാതന്ത്ര്യമാണ്. ആ സമയത്ത് ഇവിടെ ജീവിക്കുക, ഇവിടെ കളിക്കുക, ഇവിടെ ജനിക്കുക, ഇവിടെ മരണപ്പെട്ടു പോവുക എന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും വല്ലാത്ത അവകാശവും വല്ലാത്തൊരു അഭിലാഷമാണ്. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുന്നതിൽ മുസൽമാന്റെ പങ്ക് വല്ലാതെ പറഞ്ഞറിയിക്കുമാർ വിധത്തിലപ്പുറത്തേക്കാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നൊരു വീരശൂര പരാക്രമണിയുണ്ട്. അവിടുന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജ് കോട്ടക്കുന്നിൽ പോയിട്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിൽ
ബ്രിട്ടീഷ് കാപാലന്മാരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചെന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞതെന്താണ്? വെക്കടാ വെടിയന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ടകൾ ഉയർത്തടാ, കാരണം ഇതെന്റെ രാജ്യത്തിനു വേണ്ടിയല്ലേ. അവിടുന്ന് ഭാര്യന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കയിൽ പോയിട്ട് നിങ്ങൾക്ക് മരണപ്പെടണോ? മക്കയിലേക്ക് നിങ്ങളെ നാട് കടത്തണോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു ഭയവുമില്ലാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്റെ ശരീരം കൊടുത്ത നമ്മുടെ മുൻഗാമികൾ നേടിത്തുന്ന സ്വാതന്ത്ര്യവും അവകാശവുമാണ്. പക്ഷേ ആ രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞതെല്ലാവരുടെയും ഒരു അഭിലാഷമാണ്, വല്ലാത്തൊരു സുന്ദര മുഹൂർത്തമാണ്. അതുപോലെ മുത്തുനബിയുടെ ആഗ്രഹമായിരുന്നു മക്കയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. മുത്തുനബിക്കുണ്ടായിരുന്നു ആഗ്രഹം, അള്ളാഹുവിന്റെ റസൂലിനും ഉണ്ടായിരുന്നു മദീനയിൽ ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹം. ഞാൻ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മദീനയിലേക്ക്, മക്കയിൽ നിന്നും മദീനയിലേക്ക് മുത്തുനബി കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. കാരണം പടച്ചവരെ, ജനിച്ചു വളർന്ന നാടാണ്, ജനിച്ചു കൂടപ്പിറപ്പിങ്ങളുള്ള നാടാണ്. ആ നാട്ടിൽ നിന്നും മടങ്ങിപ്പോകുമ്പോ വല്ലാത്ത പ്രയാസവും വല്ലാത്ത പ്രതിസന്ധിയും തോന്നുകയാണ്. ഇങ്ങനെ പ്രയാസങ്ങളാണ്, ഇങ്ങനെ പ്രതിസന്ധികളാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഉപ്പാ ഉമ്മ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400 കിലോമീറ്ററോളം ദൂരമുള്ള പ്രദേശമാണ് മദീന. ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ വല്ലാത്ത പ്രയാസം നിറഞ്ഞ, ചൂട് നിറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാണ്. ഞാൻ ഉംറക്ക് പോകുന്ന സമയത്ത് തന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരുമ്മയുടെ വർത്തമാനമാണ്. ഞങ്ങൾ പോകുന്ന വാഹനത്തിലെ കൂളിംഗ് കുറച്ച് കുറഞ്ഞപ്പോ ഡ്രൈവറോട് തണുപ്പ് കൂട്ടാ പറയുകയാണ്. എന്നോട് ആ സമയത്ത് ആ ഉമ്മ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഉസ്താദ്, നമ്മൾ ഈ മരുഭൂമിയുടെ നടുവിലൂടെ വാഹനത്തിൽ എസിമിട്ട് യാത്ര ചെയ്യുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നമ്മുടെ റസൂലുള്ളയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എങ്ങനെയാണ് പലായനം ചെയ്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുകളിൽ നിന്ന് ചോര വന്നിട്ടുണ്ടാകുമല്ലോ, മുത്തുനബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ അവിടുത്തെ ശരീരം അങ്ങ് പൊള്ളിയിട്ടുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോ വല്ലാതെ എന്നെ സങ്കടപ്പെടുത്തിയ വർത്തമാനമാണ്. ഇങ്ങനെ പ്രയാസം പറഞ്ഞ് പ്രതിസന്ധി പറഞ്ഞ് മദീനയിൽ എത്തുകയാണ്. അവിടെയും ശത്രുക്കൾ ഇങ്ങനെ പിന്നാലെ കൂടുകയാണ്. അപ്പോഴാണ് ബദർ നടക്കുന്നത്. ഇനി ഇവിടെ വരാനുള്ളത് മജ്ലിസിനോടാണ്. ബദർ ഒരു യുദ്ധമല്ലേ അല്ല. ബദറിലേക്ക് സ്വഹാബികൾ കടന്നു പോകുന്നത് അവരുടെ പണം തിരിച്ചു വാങ്ങാനാണ്. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെ വിശദീകരിക്കുന്നില്ല. 16ാമത്തെ നോമ്പിന്റെ അന്നത്തെ ദിവസമെല്ലാ സ്വഹാബികളും കിടന്നുറങ്ങുകയാണ്. നാളെ പ്രഭാതമായാൽ ബദർ നടക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, എല്ലാ സ്വഹാബികളും ബദറിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അവർക്ക് ക്ഷീണം വരികയാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അപ്പോൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു തേങ്ങലിങ്ങനെ കേൾക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഓടിപ്പോകുമ്പോ അവിടെ ഇന്നുകൊണ്ട് കരയുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എല്ലാ സ്വഹാബികളും ഇങ്ങനെ പാതി മയക്കത്തിലാകുമ്പോ മുത്തുനബി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ മുത്തുനബിയുടെ മേലുണ്ടായിരുന്ന മേൽത്തട്ടം ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. ആ മേൽത്തട്ടവും പിടിച്ച് അബൂബക്കർ തങ്ങൾ ചെല്ലുമ്പോ മുത്തുനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അൻജിസ്നി മാ വഅദ്തനി യാ അല്ലാഹ്, നീ എന്നോട് ചെയ്തു പോയ കരാറൊന്ന് നടത്തി തരണേ അല്ലാഹ്. നാളെ പ്രഭാതമാകും എന്റെ സ്വഹാബികളും മുഴുവനും ബദറിൽ ഇറങ്ങാൻ പോവുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ്, നാളെ ബദർ ഇറങ്ങുമ്പോ ഈ സൈന്യമെങ്ങാനും അവിടുന്ന് പരാജയപ്പെടുമ്പോ ലാ തുഅബദു അബദാ, നാളെ പരാജയപ്പെട്ട പിന്നെ നിങ്ങൾക്ക് ആരാധനയില്ലെന്ന് മുത്തുനബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തേങ്ങിക്കൊണ്ട് കരയുമ്പോ കഫാക യാ റസൂലല്ലാഹ്, കഫാക യാ റസൂലല്ലാഹ്, ഇനി നിങ്ങളെ കരയല്ലേ നബിയേ, ഇനി നിങ്ങളുടെ കണ്ണ് നനക്കല്ലേ നബിയേ,
അല്ലാഹു നമ്മളെ നാളെ വിജയിപ്പിക്കുമെന്ന് മുത്തുനബിയോട് അബൂബക്കർ തങ്ങൾ വല്ലാത്ത പ്രതീക്ഷയുടെ വർത്തമാനം പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, പിറ്റേ ദിവസത്തെ ബദർ ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ മുഴുവനും ഇങ്ങനെ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ സഫായി സ്വഹാബികളെ മുഴുവനും ഇങ്ങനെ നിർത്തുകയാണ്. ആ സമയത്ത് സ്വഹാബികളോട് മുഴുവനും പറഞ്ഞു, സ്വഹാബാ, ഇപ്പോ കുറച്ച് നിമിഷം കഴിഞ്ഞാ ബദർ തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ അങ്ങോട്ട് യുദ്ധം ചെയ്യരുതെന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്തിലാണ് ഒരു സ്വഹാബി സവാദ് റളിയല്ലാഹു തആല അൻഹു സഫിൽ നിന്ന് തെറ്റി നിന്നപ്പോൾ മുത്തുനബിയുടെ വടി കൊണ്ട് സവാദിന്റെ വയറ്റിൽ നിന്ന് കുത്തുകയാണ്. ഇസ്തവിയാ സവാദ്, സവാദേ സഫിലൊന്ന് ശരിക്കു നിൽക്കുവോ സവാദേ സഫിലൊന്ന് ശരിക്കു നിൽക്കുമോ? അപ്പോഴാണ് യുദ്ധത്തിന്റെ മുമ്പിൽ അവിടുന്ന് ശത്രുക്കൾ ഇങ്ങനെ സജ്ജരായി നിൽക്കുമ്പോ സവാദ് റളിയല്ലാഹു തആല അൻഹു ഔസഅത്നി യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചല്ലോ, നിങ്ങൾ എന്നെ പ്രയാസത്തിലാക്കിയല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ച് പ്രതികാരം ചെയ്യണമെന്ന് സവാദ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിങ്ങളെ പറയുമ്പോൾ സ്വഹാബികളുടെ മുഴുവനും കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. സവാദേ, ബദറിൽ തന്നെ കുത്തണോ സവാദ്? നബിയെ, ഇവിടുന്ന് തന്നെ പ്രതികാരമെടുക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വയറിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ സവാദ് റളിയല്ലാഹു തആല അൻഹു വടിയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിൽ കുത്തുമ്പോ നിങ്ങളുടെ ശരീരത്തിന് വസ്ത്രമില്ല നബിയേ. റസൂലുള്ള സവാദ് റളിയല്ലാഹു തആല അൻഹു ബദറിലുള്ള ഒരു ടെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടെയുള്ള സ്വഹാബികളുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുമ്പോ മുത്തുനബിയുടെ കമീസങ്ങ് മാറ്റുമ്പോ സവാദ് റളിയല്ലാഹു തആല അൻഹുയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. സവാദ് റളിയല്ലാഹു തആല അൻഹു ആ പവിഴമുത്ത് പോലെയുള്ള ശരീരം കെട്ടിപ്പിടിക്കുകയാണ്, തുരുതുരാ ചുംബനം കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, സവാദ് ബദറിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എപ്പോഴാണ് ശഹീദാകുക എന്നറിയൂല. അതിന്റെ മുമ്പേ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ കെട്ടിപ്പിടിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു ഹുബ്ബാണ്, എന്തൊരു സ്നേഹമാണ്. അവസാനം അല്ലാഹുവേ, പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ അവിടുന്ന് ശത്രു സൈന്യത്തിൽ ഒരാളിങ്ങനെ കടന്നു വരികയാണ്. അവരാണ് ഇങ്ങോട്ട് യുദ്ധവുമായി കടന്നു വന്നത്. അത് മഹാനായ അവിടുന്ന് മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി നമ്മളോട് അവതരിപ്പിക്കുകയാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയാസ് വദിലമാറടാ, അല്ലൽ നബി മഹ്മൂദ് റഹീമിന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ശഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ, ഖൈറുൽ വറാ നബിയാർ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. കുളം കെട്ടിയിട്ട് ആ കുളത്തിനെ നശിപ്പിക്കാനാ കടന്നു വരുന്നത്. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആർക്കും ധൈര്യമൊന്നുമില്ല. അങ്ങനെ ബദർ എന്ന് പറയുന്ന ഈ യുദ്ധക്കളത്തിലേക്ക് ഗസ്വത്ത് ബദർ, ഈ യുദ്ധം പ്രയാസം നിറഞ്ഞ യുദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂലും സമുദായവും മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുന്നത് വളരെ ശാന്തമായാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർവോടി മോണ്ടെണ്ണം കേട്ടിണ്ടടയുണ്ട്, അബിയൽ വർണ്ണമതാ പിൻകണ്ടു അസ്വദുമാമേ. വളരെ ശാന്തമായാണ് ബദറിലേക്ക് വിടുന്ന മുത്തുനബിയും സ്വഹാബികളും ഇങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് ജനിച്ച മക്കൾ മുഴുവനും അവിടെ നിങ്ങളുടെ മുത്തുനബിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അവസാനം മുത്തുനബിയെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസമെന്നറിയോ?
അവിടുന്ന് ഒരു അടിമപ്പെണ്ണ് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവിടുത്തെ മാരിയത്തുൽ ഖിബ്തിയ ഗർഭിണിയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷം നിറഞ്ഞ മുഹൂർത്തം നിറഞ്ഞ ദിവസമാണ്. അവിടുന്ന് അവസാനം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് മാരിയുടെ കൂടെ മുത്തുനബി ഇങ്ങനെ കടന്നു പോവുകയാണ്. മാരിയുടെ ഇരുത്തവും നടത്തവും മനക്കവും മുത്തുനബിയിലൂടെയാണ്. കാരണം മാരിയ ഗർഭിണിയാണല്ലോ. നിങ്ങളൊക്കെ ഭാര്യമാരും ഗർഭിണികളാകുമ്പോൾ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നവരാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ സന്തോഷിക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ 10 മാസം കഴിഞ്ഞവിടുന്ന് മാരിയത്തുൽ ഖിബ്തിയ പ്രസവിക്കുകയാണ്. വളരെ നല്ല പൊന്നുമോന് ജന്മം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ സന്തോഷമാകുമ്പോ, വലിയ സന്തോഷമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ വാരിയെടുത്തിട്ട് സമ്മയിത്തുഹു ഇബ്രാഹിം എന്ന പേര് വെക്കുകയാണ്. മുത്തുനബിയുടെ ചിരിയും കളിയും മുത്തുനബി ഇങ്ങനെ കണ്ടു ആസ്വദിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോ വാപ്പ ഇബ്രാഹിം എന്ന പൊന്നുമോൻ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മാരിയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഇബ്രാഹിമിനെ വാരിപ്പുലരുകയാണ്. ഇബ്രാഹിമിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വർഷവും കുറച്ച് മാസങ്ങളും കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇബ്രാഹിമിന് എന്തോ അസ്വസ്ഥത കാണുകയാണ്, പ്രയാസം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് മുത്തുനബിയുടെ വല്ലാത്ത പെട്ടെന്നുള്ള ഓട്ടം ചെന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ വീട്ടിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും ഇബ്രാഹിമിന്റെ വീട്ടിൽ ഇങ്ങനെ ഒത്തുകൂടുകയാണ്. റസൂലുള്ളാഹിയുടെ തങ്കക്കുടമല്ലേ, മുത്തുനബിയുടെ പൊന്നുമോനല്ലേ. അവസാനം ഇബ്രാഹിം എന്ന പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വാങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിനെ ഇങ്ങനെ നോക്കുകയാണ്. അവിടുന്ന് പിതാവിനെയും നോക്കിയിട്ട് ഇബ്രാഹിം എന്ന 1 വയസ്സും കുറച്ച് മാസവും പ്രായമുള്ള പൊന്നുമോന്റെ കണ്ണുകൾ അടയുമ്പോ അല്ലാഹുവേ, മുത്തുനബിയുടെ കണ്ണ് നിറയുകയാ. കൂടെ നിന്ന സ്വഹാബിയുടെ കണ്ണുകൾ മുഴുവൻ നിറയുകയാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ കൺമണിയാണ്, മുത്തുനബിയുടെ തങ്കക്കുടമാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കുവോ? 10 വയസ്സായാലും 20 വയസ്സായാലും 1 വയസ്സായാലും മക്കളെന്ന് പറഞ്ഞാൽ പടച്ചവൻ തന്ന വല്ലാത്ത സമ്മാനമാണ്. മക്കൾ മരിച്ചെന്ന് പറയുമ്പോ ജീവിതത്തിൽ ഒരു മനുഷ്യനെ നേരിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വഹാബികളും ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അത്തബിക്ക് യാ റസൂലല്ലാഹ്, നബിയേ കരയുകയാണോ? അല്ലാഹുവേ കരയുകയാണോ എന്നവിടുന്ന് ഇങ്ങനെ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയോട് പറയുകയാണ്, അല്ലാഹുവേ നിങ്ങൾ കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് മുഴുവനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്ത് വന്നാലും കരയരുതെന്ന് പഠിപ്പിച്ച നേതാവല്ലേ, നിങ്ങൾ കരയുകയാണോ? 1 വയസ്സും മാസങ്ങളും നിറഞ്ഞ പൊന്നുമോനെ തന്റെ കയ്യിൽ വെച്ച് കണ്ണടഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചു വരികയാണ്. സ്വഹാബാ സ്വഹാബാ ഹദിഹി തുമൂർ റഹ്മാ, ഇത് കരുണയുടെ കണ്ണുനീരാണ്, ഇത് കരുണയുടെ കണ്ണുനീരാണ്. അല്ല തന്നതല്ലേ, അല്ല കൊണ്ടുപോയതാണ്. ഈ 1 വയസ്സും മാസവും പ്രായമുള്ള പൊന്നുമോന്റെ ജനാസ കബലിൽ ഇറക്കി വെച്ച പിതാവിന്റെ പേരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചു, വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു പ്രതിസന്ധി. 1 വർഷവും കുറച്ച് മാസങ്ങളുമായിട്ടേ ഉള്ളൂ. കരഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾ കരയണോ? നബിയെ നിങ്ങൾ കരയണോ? നിങ്ങൾ കരയരുതെന്നല്ലേ ഞങ്ങളോട് പഠിപ്പിച്ചത്? സ്വഹാബ, ഹദിഹി ദുമൂഉർ റഹ്മാ, ഇത് കരുണയുടെ കണ്ണുനീരാണ് കേട്ടോ. ഒക്കെ പ്രയാസം, 1 നിമിഷം, 1 സെക്കൻഡ്,
അള്ളാഹുവിന്റെ റസൂൽ സുഖമുള്ള ജീവിതം അനുഭവിച്ചിട്ടില്ല. ഒരു സെക്കൻഡ് അനുഭവിക്കണ്ടേ? മക്കളിലൂടെ മുഴുവനും. ഇനി ആകെ ഒരു മോളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാക്കിയായത്. ബാക്കി മുഴുവൻ മക്കളും മുത്തുനബിയാണ് ജനാസക്ക് മുകളിൽ അവിടുന്ന് ആ മക്കളെ മുഴുവനും ഖബറിലേക്ക് ഇറക്കി വെച്ചത്. ഒരു മകൾ മാത്രമാണ് ബാക്കിയായത്. ആ മകളുടെ പേര് ഇരിക്കുന്ന ഉമ്മമാരെ മുഴുവനും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ബീവി ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസം നമുക്കെവിടെ പ്രയാസം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വർത്തമാനം, ഈ കല്ലുരാവിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ, ആർക്കെങ്കിലും പ്രതിസന്ധിയുണ്ടോ? ചെറിയ പ്രയാസങ്ങൾ ദുനിയാവല്ലേ. നമ്മുടെ മുൻഗാമികൾ കടന്നുപോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇഷ്ടു 70 സനത്തൻ സഹിഹ, 70 വർഷം എൻ്റെ റബ്ബനിക്ക് വേണ്ടത് മുഴുവനും തന്നു. ഒരു 70 വർഷം അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കണ്ടേ? 23-ാമത്തെ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ. ഇനി ഞാനും നിങ്ങളും ഒരിക്കലും അള്ളാഹുവേ പ്രയാസം തന്നു എന്ന് പറയരുത്. എനിക്ക് 30 വർഷം എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടത് തന്നിട്ടുണ്ട്. ഒരു 2 വർഷം ഒന്ന് എന്നെ പരീക്ഷിച്ചു, എനിക്ക് പ്രശ്നമില്ല. 25 വർഷം എനിക്ക് എൻ്റെ റബ്ബ് വേണ്ടത് തന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കി. കറക്റ്റ് ആണല്ലോ. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിനെങ്ങാനും നമ്മളെ പരീക്ഷിക്കാനെങ്ങാനും പടച്ചോനങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യരുണ്ടാവില്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കാം. എനിക്ക് 25 വയസ്സ്, 23, 24 വയസ്സ് വരെ അള്ളാഹ് ഒരുപാട് നന്മ ചെയ്തു. ഇരിക്കുന്ന നിങ്ങൾ 30, 50, 60, 70 വയസ്സായ ഉമ്മമാരെ, നിങ്ങൾക്ക് 70 വർഷം അള്ളാഹ് നന്മ ചെയ്തില്ലേ? ഒരു 2 കൊല്ലല്ലേ നിങ്ങൾ ഇടങ്ങറാക്കിയിട്ടുള്ളൂ. അതിലിടയ്ക്ക് ചെറിയ പനിയോ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കടമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുത് വന്നത് ഒരു പ്രയാസമാണോ? ഒരു പ്രതിസന്ധിയാണോ? ഇനി സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നേതാവിന്റെ പേരാണ് ഉമ്മമാരെ മുഴുവനും കൈപിടിച്ച് നടത്തുന്ന അവിടുന്ന് ഒരു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് റസൂലുള്ള ജീവിതത്തിലൂടെ പറഞ്ഞത് വമൻ ഹബ്ബഹാ വഖദ് ഹബ്ബനി. ഫാത്തിമയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് ഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണെന്ന് അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പരിച്ചു കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഉമ്മമാർ ഒരുപാടുള്ള സദസ്സായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വല്ലാത്തൊരു ജീവിതത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്. പുതിയാപ്പിള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. പുതിയാപ്പിളയുടെ ജോലി എന്തെന്നറിയോ? അവിടുന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറത്തു പോയിട്ട് പുല്ല് പറിച്ചു കൊണ്ടുവരികയാണ്. ഈ പുല്ല് ഉണക്കിയിട്ട് അങ്ങാടിയിൽ വിൽക്കുന്ന ജോലിയാണ്. ഈ പുല്ല് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാണ്. ഇവർക്കാണ് ഫാത്തിമ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രാജ്ഞിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്. മുത്തുനബിയോട് മദീനയിൽ ഒരുപാട് പണക്കാർ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കെട്ടിച്ചു കൊടുത്തില്ല. അലിയാർ തങ്ങൾക്ക് അല്ലാഹുവേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി വിളിക്കുകയാണ്. അലിയേ, എന്റെ പൊന്നുമോളായ ഫാത്തിമയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ പോവുകയാണ്, നിനക്ക് സമ്മതമാണോ എന്ന് പറയുമ്പോൾ അലിയാർ തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒളിച്ചു വരികയാണ്. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ രാജ്ഞിയാണ്, സ്വർഗത്തിലെ വല്ലാത്ത പെണ്ണുങ്ങളുടെ മുഴുവൻ നേതാവിനെയാണ്. യാ റസൂലല്ലാഹ് ഫലാ മഹ്റ ലഹാ, അവൾക്ക് കൊടുക്കാനുള്ള മഹറന്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാ, എന്റെ കയ്യിൽ നബിയെ അവൾക്ക് കൊടുക്കാനുള്ള മഹറില്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിന്റെ കയ്യിലുള്ള വസ്തുക്കൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ 1-2 വസ്തുക്കൾ വിൽക്കുകയാണ്. 480 ദിർഹമത്തിന് വിൽക്കുകയാണ്. 400 ദിർഹം ഇവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇവിടുന്ന് മഹർ കൊടുക്കുകയാണ്. 80 ദിർഹത്തിന് ഫാത്തിമ ബീവിക്ക് വസ്ത്രം വാങ്ങുകയാണ്, അത്തർ വാങ്ങുകയാണ്. അള്ളാഹുവേ, പുതുവെണ്ണിറങ്ങുമ്പോ സ്വർഗത്തിലെ രാജ്ഞിയുടെ കല്യാണത്തിന്റെ പന്തല് മദീനയിൽ ഇങ്ങനെ ഒരുങ്ങുകയാണ്. മദീന നിവാസികളെ മുഴുവൻ സന്തോഷിക്കുകയാണ്. കാരണം സ്വർഗത്തിന്റെ രാജ്ഞിയുടെ കല്യാണമാണ്. കല്യാണത്തിന്റെ അന്ന് ദിവസേന സ്വഹാബികളെ മുഴുവൻ ഓടി വരികയാണ്. നിക്കാഹ് കഴിയുമ്പോ
അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുതുവെണ്ണിറങ്ങുകയാണ്. അബൂബക്കറും ഉമർ തങ്ങളും ഉൾപ്പെടെയുള്ള സഹാബികൾ മുഴുവനും അവിടെ ഇരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുതുവെണ്ണിറങ്ങുന്നത് കാണുമ്പോ ഇവിടെ കൂടി നിന്നവരും കണ്ണീരോടുകൂടെ പൊട്ടി കരയുകയാണ്. കാരണം പുതുവെണ്ണിറങ്ങുന്നത് വല്ലാത്ത നേതാവാണ്. കാസർഗോഡ് ജില്ലയിലെ പണക്കാരന്റെ മകളല്ലല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ പണക്കാരന്റെ മകളല്ല, ലോകത്തിലെ പണക്കാരന്റെ മകളല്ല, ഈ ലോകം തന്നെ കാരണഭൂതരേ. മദീനയിലേക്ക് മുഴുവൻ പെണ്ണുങ്ങളെയും കൈപിടിച്ച് നടത്തുന്ന നേതാവാണ്. സ്വർഗത്തിന്റെ രാജ്ഞിയുടെ കല്യാണ വസ്ത്രം കണ്ടു അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെയുള്ള സഹാബികൾ തേങ്ങി കരയുകയാണ്. അലിയാർ തങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുമ്പോ യാ അലിയേ, ഇവിടെ പങ്കെടുത്ത സഹാബികൾക്ക് മുഴുവനും ഭക്ഷണം വിളമ്പണമല്ലോ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം വിളമ്പണമെന്ന് പറഞ്ഞപ്പോ അലിയുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചു വരികയാണ്. യാ റസൂലല്ലാഹ്, അലിയുടെ കയ്യിൽ ഒരു ചില്ലുകാശ് പോലുമില്ലെന്ന് പറഞ്ഞ അലിയുടെ കണ്ണ് നിറയുന്നത് ഒരു സഹാബി കാണുകയാണ്. ആ സഹാബി ഒരു ആട്ടുകുട്ടിയെ പിടിച്ചുകൊണ്ട് കടന്നു വന്ന തറുത്തുകൊണ്ട് അവിടെ ഭക്ഷണം വിളമ്പുകയാണ്. ഇനി കല്ലൂരാവിയിൽ വന്നവരോട് പറയാനുള്ളത്, ഇനി കല്ലൂരാവിയിൽ വന്ന ഉമ്മമാരോട് പറയാനുള്ളത്, അവിടുന്ന് ഫാത്തിമയുടെ മണിയറയറിയോ? അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മണിയറ ഞാൻ പറയാൻ പോവുകയാണ്. സ്വർഗത്തിന്റെ രാജ്ഞിയുടെ മണിയറയിൽ അങ്ങ് തല ഒരു ഭാഗത്ത് വെച്ചാൽ കാലൊരു ഭാഗത്ത് മുട്ടുകയാണ്. കാലൊരു ഭാഗത്ത് വെക്കുമ്പോ തല നല്ല രീതിയിൽ വെക്കാൻ കഴിയാത്ത, രണ്ടാളുകൾക്ക് ചെരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ കഴിയാത്ത, നേരെ മാത്രം കഴിയാകുന്നൊരു വലിയ ചെറിയ കുടിലാണല്ലോ. ആ വീട്ടിലുള്ളതൊരു പാത്രവും ഒരു പായും ഒരു വിളക്ക് മാത്രമാണ്. അല്ലാഹുവേ, കല്യാണത്തിന്റെ ദിവസം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് പുതുപെണ്ണ മണിയറയിലിരിക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലുള്ള മുഴുവൻ വിളക്കുകളും അണച്ചിട്ട് മണവാട്ടിയുടെ റൂമിലേക്ക് ഒരു മണവാളൻ ഇങ്ങനെ കടന്നു വരികയാണ്. വളരെ സുന്ദരമായ, മഹത്തരമായ, പുണ്യകരമായ, പടച്ചവനല്ലാത്ത സുന്നത്തായ നിക്കാഹ് ഗർഭത്തിലൂടെ പടച്ചവനവിടെ നിന്ന് നിക്കാഹ് ഗർഭത്തിലൂടെ അല്ലാഹു ഹലാലാക്കി കൊടുത്ത സ്വർഗത്തിലെ രാജ്ഞിയുടെ ചാര കടന്നു വരുമ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ള വിളക്കങ്ങ് അണക്കുകയാണ്. വിളക്കങ്ങ് അണക്കുമ്പോ സ്വർഗത്തിന്റെ രാജ്ഞി അവിടെ കിടന്ന് തേങ്ങുകയാണ്. സ്വർഗത്തിന്റെ തേങ്ങലിങ്ങനെ പതുക്കെ കേൾക്കുമ്പോ അലി അവിടുന്ന് ചോദിച്ചു, ഫാത്തിമ, എന്തേ കരയുന്നത് ഫാത്തിമ? ആ സമയത്തിലാണ് കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മിണ്ടാതിരിക്കുകയാണ്. ഉപ്പയെ തനിച്ചാക്കി പോകുന്ന പ്രയാസമാണ്, പരിചയമില്ലാത്ത വീടായത് കൊണ്ടുള്ള പ്രതിസന്ധിയാണ്, ഒരു വീട്ടിലേക്ക് പുതിയതായി കടന്നു വന്ന പ്രയാസമാണ്. അലിയേ, ഇന്നേ വരെ ഒരു പെണ്ണും ഇതുവരെ പറയാത്തിന് പറയുമോ എന്നറിയൂല. നിങ്ങൾ ഈ വിളക്കങ്ങ് അണച്ചപ്പോ ഞാൻ എന്റെ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയതാണ്, പരലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു പോയതാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സുന്ദരമായ കല്യാണ ജീവിതം ഇങ്ങനെ പ്രയാസം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ കല്യാണ ജീവിതം ഇങ്ങനെ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണല്ലോ, പ്രയാസം നിറഞ്ഞ ജീവിതമാണ്. സുഖമില്ല, എപ്പോഴും ബുദ്ധിമുട്ടുകളാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരു വയസ്സിന്റെ മാറ്റമാണുള്ളത്. അലിയാർ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹു ദിവസേന ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഇങ്ങനെ കടന്നു പോവുകയാണ്. വീട്ടിലാണെങ്കിലും ഒരു പട്ടിണിയാണെന്നും പട്ടിണിയാണ്, ഒന്നും കഴിയാതെ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രയാസമാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അലിയേ, നിങ്ങൾ എനിക്ക് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നാൽ ഞാനത് റൊട്ടിയാക്കി പുറത്തു കൊണ്ട് വെളിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് പണം കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മുടെ പട്ടിണി മാറ്റാമെന്ന് പറയുമ്പോ ഫലിയാൽ തങ്ങൾ കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവി വീട്ടിൽ പണിയെടുത്തത് എങ്ങനെയാണെന്നറിയോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുയെ രണ്ട് തൊട്ടിയിൽ ഇങ്ങനെ കെട്ടുകയാണ്, രണ്ട് തൊട്ടിയും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടുകയാണ്. എന്നിട്ട് തള്ളവരൽ കൊണ്ട്, കാലിന്റെ തള്ളവരൽ കൊണ്ട് ആ തൊട്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ പിടിക്കുകയാണ്. ഒരു കൈ
കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആസുകല്ലിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആസുകൽ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ കറിഞ്ഞോളണമെന്നില്ല. ഇനി ഞങ്ങളുടെ മലബാർ ഏരിയയിൽ പറയുന്നത് ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ആട്ടുന്നൊരു സാധനം കൊണ്ട് കിതാബിൽ അതുപോലെ തന്നെയാണ് ആസുകല്ലിന്റെ അറബി വളരെ വ്യക്തമായാണ് രേഖപ്പെടുത്തിയത്. ഈ ആസുകല്ലുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യുമ്പോ ഒരു ദിവസം അലിയാരതങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവിയുടെ കയ്യിലൂടെ ശരീരത്തിന്റെ കയ്യിലൂടെ രക്തവും ചെലവും ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. അലിയന്റെ കണ്ണ് നിറയുമ്പോ ഫാത്തിമ നിങ്ങൾ പ്രയാസപ്പെടുകയാണോ, പ്രതിസന്ധിപ്പെടുകയാണോ? അപ്പോൾ ഭർത്താവ് പറയുന്നു, അലി ഫാത്തിമ ബീവിയോട് പറയുകയാണ്, നാളെ മുതൽ ഞാൻ കുറച്ചു നേരമാണ് പ്രബോധനത്തിന് പോകുന്നത്, കുറച്ചു നേരം നിന്നെ ഇവിടെ സഹായിക്കാം. അവിടുന്ന് പറയുന്നു, ഭർത്താവ് നിങ്ങളെ ദീനിന്റെ പ്രബോധനത്തിന് കടന്നു പോകണമല്ലോ. ഒരു കാരണവശാലും നിങ്ങളുടെ പ്രയാസം നിറഞ്ഞ ജീവിതത്തിലൂടെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതം നിങ്ങളെ പ്രശ്നമാക്കണ്ട. ആ ചലം വരുന്ന രക്തം വരുന്ന കൈകൊണ്ട് വീണ്ടും ഇങ്ങനെ റൊട്ടിയുണ്ടാക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അവസാനം പ്രിയമുള്ളവരെ, ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന് കുറച്ച് ഖാദിമീങ്ങളെ കിട്ടുകയാണ്. ആ സമയത്ത് തങ്ങൾ പോയിട്ട് പറഞ്ഞു, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കുറച്ച് ഖാദിമത്തുകളുണ്ട്, അടിമപ്പെണ്ണുങ്ങളുണ്ടല്ലോ, നീ ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുമ്പോൾ നിനക്ക് സഹായിക്കാൻ വേണ്ടി ഒരാളെ അങ്ങ് വിട്ടുതരാ പറയുമോ? മനമില്ലാ മനസ്സോടെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവി കടന്നു പോവുകയാണ്. ഒരു മക്കളും ഒരു പിതാവും എങ്ങനെയാകേണ്ടത് എങ്ങനെയാണ്, ഒരു മകനും ഒരു മകളും ഒരു പിതാവും എങ്ങനെയാകേണ്ടതെന്ന് പറഞ്ഞു തരുകയാണ്. അവിടുന്ന് പറഞ്ഞു തന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കാണാൻ കടന്നു വരുമ്പോ ഖാമ ഇലൈഹാ വഖബ്ബലഹാ. ഫാത്തിമ ബീവിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കുകയാണ്. നമ്മൾ പറയും നമ്മുടെ മക്കൾ ഇങ്ങനെ ചാടിപ്പോവുകയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പ്രയാസം നിറഞ്ഞതിലൂടെ കടന്നു പോവുകയാണ്, അന്യപുരുഷന്റെ കൂടെ കടന്നു പോവുകയാണ്. എത്രയോ വീഡിയോസ് പിന്നെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ കാണുകയാണ്. തലയിലെ തട്ടമിട്ടതും തട്ടമിടാത്തതും കാണുമ്പോ അതിനൊരു പ്രധാനപ്പെട്ട കാരണം വീടിന്റെ അകത്തളങ്ങളിൽ കിട്ടാത്ത സ്നേഹം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ അന്യപുരുഷന്റെ കൂടെ ചാടിപ്പോകുന്നതെന്നറിയോ? വീടിന്റെ അകത്തള നിന്ന് കിട്ടാത്ത സ്നേഹം നേരവണ്ണം കിട്ടാത്തത് കൊണ്ടാണ്. അതിന് മാതൃകയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. പൊന്നുമോളെ കണ്ടപ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പൊന്നുമോൾക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ്. പൊന്നുമോളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ്. വാപ്പാടെ കുട്ടിക്ക് സുഖമാണോ എന്ന് തുടങ്ങിയ സുഖവിവരങ്ങളെ വിടവരും ഇങ്ങനെ അന്വേഷിച്ച് അവസാനം എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വന്ന കാര്യം അവിടുന്ന് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചലമൊട്ടുപിടിപ്പ് അവിടുന്ന് ചലമൊലിച്ചു വരുന്ന ചലമിങ്ങനെ ഒലിച്ചു വരുന്ന അവിടുന്ന് നിങ്ങളുടെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ എനിക്കൊരു ഖാദിമത്തിനെ തരുവോ? എന്റെ കയ്യിലൂടെ ചെലവിങ്ങനെ ഒലിച്ചു വരികയാണെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞ വർത്തമാനം എന്താണ്? യാ ഫാത്തിമ, അത് മുഹമ്മദിന്റെ തിരിച്ചു മുതലല്ലോ, അത് പൊതു ഖസനാവിന്റെ സമ്പാദ്യമാണതുകൊണ്ട് പൊന്നുമോള് കതറാൻ കഴിയൂല. കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് ഓടുകയാണ്. അന്ന് രാത്രിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സും കണ്ണും നിറയുകയാണ്. രാത്രി തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. വാതിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ അലിയാറുതങ്ങൾ ഫാത്തിമയും ഇങ്ങനെ ബെഡിലിരിക്കുകയാണ്. അതേ ബെഡിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഉപ്പാന്റെ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ചോറ് പൊട്ടി ഒലിച്ചു വരികയാ. ചോറ് ഇങ്ങനെ ചിലവിങ്ങനെ കയ്യിലൂടെ ഒലിച്ചിറങ്ങുമ്പോ നിങ്ങൾക്ക് ഞാനൊരു ഖാദിമത്തിനെ തരാൻ കഴിയില്ലെന്ന് സങ്കടത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പിതാവ് എത്ര തവണ കരഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്റിങ്ങനെ ചൊല്ലാ പറയുകയാണ്. അതുകൊണ്ട് പ്രയാസ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയതാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം. അവസാനം എത്തി നിൽക്കുന്ന ലോകത്തിന്റെ മദീനയുടെ നായകനവിടുന്ന് പാവപ്പെട്ട പാപങ്ങളുടെ താഴെ എല്ലാവരുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഴുവൻ പ്രതിസന്ധികളുടെ ജീവിതത്തിലൂടെ കടന്നുപോയവരാണ്. ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏത് സമയങ്ങളിലാണ്, ഏത് സെക്കൻഡിലാണ് ഈ വാഹനം എവിടെയാണ് വെച്ച് അവസാനിക്കുക എന്നറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളോട് റമദാൻ വിട പറയാൻ പോവുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയിലെ കല്ലൂരാവിയിലെ പള്ളിയുടെ ഖുത്ബയുടെ മിമ്പറിൽ കയറിയിട്ട് ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് പറയുന്ന വർത്തമാനം എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറ, അസ്സലാമു അലൈക യാ ശഹ്റത് തൗബ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരു 10 മിനിറ്റ് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ദുആ കഴിഞ്ഞ് മജ്‌ലിസിനൂർ കഴിഞ്ഞ് ഭക്ഷണമുണ്ട്, അത് വാങ്ങിയിട്ടേ പോകാം. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റത് തൗബ. അടുത്ത വെള്ളിയാഴ്ച കല്ലൂരാവിയിലെ ഉസ്താദ് പറയുന്ന വർത്തമാനമാണ്. റമദാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. അടുത്ത റമദാനിന് ഞാനും നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയാത്ത, ഗ്യാരണ്ടിയില്ലാത്ത ശരീരമായി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാൻ വിട പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ പള്ളിയിൽ ഖുത്ബക്ക് കയറാൻ വേണ്ടിയിട്ട് മിമ്പറിന്റെ ഓരോ പടികളും ഇങ്ങനെ കയറുകയാണ്. മിമ്പറിന്റെ ഓരോ പടികളും ഇങ്ങനെ കയറുമ്പോ ആദ്യത്തെ സ്റ്റെപ്പ് കയറുമ്പോ ആമീൻ എന്ന് പറയുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ എന്ന് പറയുകയാണ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ ആമീൻ എന്ന് പറഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ മുത്തുനബിയുടെ ഖുത്ബ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വന്നപ്പോ, യാ റസൂലല്ലാഹ്, എന്റെ എല്ലാ പടിയിലും കയറുമ്പോ ആമീൻ ആമീൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ സമയത്തിന് വരെ കളവ് പറയാത്ത മദീനയുടെ നായകൻ സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തത്, സ്വഹാബാ മൻ യുദ്റക അലൈഹി ശഹ്റ റമദാൻ ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദിവസേന പടച്ചവന് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന രാത്രിയാണല്ലോ. 1000-കണക്കിന് ആളുകൾക്ക് പടച്ചവനവരുടെ ദോഷങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന രാത്രിയാണല്ലോ. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു അവന്റെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാതിരുന്നാൽ അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദോഷം അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കാതിരുന്നാൽ فدخل النار فأبعده الله. ആ സമയത്ത് ആ മനുഷ്യനെ പടച്ചവനങ്ങ് നരകത്തിലേറ്റട്ടെ, സ്വർഗ്ഗത്തുനിന്ന് വിദൂരമാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയാണ്. ഇത് പറഞ്ഞതാരെന്നറിയോ? അവിടുന്ന് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയൂല. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പറയുന്ന പ്രതിഭാസം എപ്പോഴാണ് കടന്നു വരുമ്പോ, എപ്പോഴാണ് കടന്നു വരിക എന്നറിയൂല.
എപ്പോഴാണ് യാത്ര പോകേണ്ടതെന്നറിയില്ല. ഞാനും നിങ്ങളും നാളെ ഞാൻ മണ്ണാർക്കാട് രാവിലെ 10 മണിക്ക് പ്രഭാഷണം നടത്താമെന്ന് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങളിൽ പലരും പല കാര്യങ്ങൾക്കും വേണ്ടി ഡേറ്റ് ഇങ്ങനെ തീരുമാനിക്കുകയാണ്. മയ്യത്തുകട്ടിന് തോളിനുയരുന്നേ പുരക്കുള്ളിനപ്പോ രോദനം മുഴങ്ങുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ ബോധക്ഷയത്താൽ ഭാര്യയും തളരുന്നേ പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാണില്ലേ ഒന്നും അറിയാത്ത വല്ലാത്ത പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. എപ്പോഴാണ് മരണമെന്ന് പറയുന്ന കോമാളി രംഗബോധമില്ലാത്ത കോമാളി കടന്നു വരിക എന്നറിയില്ല. കബറന്നു കേട്ട തൽക്ഷണം നെറ്റേണ്ടതാ കണ്ടാളുടൻ വാവിട്ടു നീ കരയേണ്ടതാ മേടക്കു പകരോ മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് അവസാനിപ്പിക്കാൻ പോവുകയാ. എപ്പോഴാണ് മരണം വരികയാണെന്നറിയൂല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ലോകമാണ്. റമദാൻ വിട പറയാൻ പോവുകയാണ്. റമദാൻ ഒരു അതിഥിയാണ്. ഈ റമദാനിനെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടതാണ്. വളരെ പുണ്യമുള്ള രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദ്രി ഖൈറും മിനൽ അൽഫി ശഹർ. 1000 മാസങ്ങളുടെ പ്രതിഫലമുള്ള ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഒറ്റയിട്ട രാത്രികളെ മറക്കരുത്. ഒറ്റയിട്ട രാത്രിയുടെ പ്രതീക്ഷ കൈവിടരുത്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ വിട പറയുന്നതിന് മുമ്പേ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് അല്ലാഹ് ഒന്ന് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹുവിനോട് മുഴുവൻ ദോഷങ്ങളും ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പടച്ചവനോട് മുഴുവനും പറഞ്ഞിട്ട് പടച്ചവനോട് കരയേണ്ട മാസമാണ്. അടുത്ത വർഷത്തേന് നമ്മൾ ഉണ്ടാകുമോ എന്നറിയാത്ത റമദാൻ. ഇന്ന ഫിൽ ജന്നാ ബാബൻ യുഖാലു ലഹു റയ്യാൻ എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗ കവാടം നോമ്പുകാരി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പരിശുദ്ധ റമദാൻ. ഇദാ ജാ റമദാൻ മാസം അങ്ങ് വന്നു കഴിയുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നു തരുകയാ. നരകത്തിന്റെ വാതിലുകൾ ഇങ്ങനെ അടക്കപ്പെടുകയാണ്. ലോകത്തിലുള്ള മുഴുവൻ സീതാമാരയോ ചങ്ങലപ്പെടുന്ന മാസമാണല്ലോ. ഇവിടെ പറയാൻ പോവുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറ, അസ്സലാമു അലൈക യാ ശഹ്റ തൗബ, അസ്സലാമു അലൈക യാ ശഹ്റ റിദ്വാൻ. അതുകൊണ്ടൊന്ന് അല്ലാഹുവിനോട് ചെയ്തു പോയ ദോഷങ്ങളൊന്ന് ഏറ്റു പറയുവോ. അല്ലാഹുവിനോടൊന്ന് ചെയ്തു പോയ ദോഷങ്ങളൊന്ന് ഏറ്റു പറയുമോ. അല്ലാഹുവേ ഈ സദസ്സ് സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞത് കേട്ടത് നീ റാഹത്തിലാക്കണേ. അല്ലാഹ് ഈ ബസാർ ഹൈസ് എന്ന് പറയുന്ന കണ്ണൂരാവിയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് അവരെ കാര്യങ്ങളിൽ ഖൈറ് നൽകണേ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങളെ നീ വെറുതെ ആക്കരുതേ. അല്ലാഹ് റമദാൻ അനുകൂലമാക്കണേ. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.